കായിക കേരളത്തിന്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു പിടി ചരിത്ര മുഹൂർത്തങ്ങൾക്കാണ് നമ്മുടെ സംസ്ഥാനം വരും ദിവസങ്ങളിൽ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. 2026 ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കുന്നത്. അത് 16-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്ത് 23-ാം തീയതി കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിലാണ് പ്രോഗ്രാംസ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതെല്ലാം നമ്മൾ ഏകോപിപ്പിച്ച് ജില്ലകളിലും സംസ്ഥാന തലത്തിലും ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഈ വർഷത്തെ ആഘോഷങ്ങളുടെ ഏറ്റവും വലിയ സവിശേഷത വരാനിരിക്കുന്ന ഐച്ചി നഗോയ ഏഷ്യൻ ഗെയിംസിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ഫണ്ട് റൺ ആണ്. ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ രാജ്യത്തും നടത്താറുള്ളതാണ് ഈ ഒളിമ്പിക് റണ്ണ്. ഈ പ്രാവശ്യം അതിനോടൊപ്പം തന്നെ ഒളിമ്പിക് ദിനത്തിൽ നമ്മൾ ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ ഫണ്ട് റണ്ണ് നടത്തുന്നുണ്ട്. കാരണം ആച്ചി നഗോയയിൽ ഒളിമ്പിക് ഏഷ്യൻ ഗെയിംസിന്റെ അവയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത്തവണ നടക്കുന്നത് നമ്മുടെ സ്വന്തം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ്. ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷനും നേരിട്ട് പങ്കെടുക്കുന്ന ഈ മഹാറാലി ജൂൺ 23 വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിക്കും. സെൻട്രൽ സ്റ്റേഡിയത്തിൽ സമാപിക്കുന്ന ഈ പരിപാടിയിൽ 40,000-ഓളം കായിക പ്രേമികൾ അണിനിരക്കും. ബഹുമാനപ്പെട്ട MP പി ടി ഉഷ MP ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ഒക്കെ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഫണ്ട് റൺ നമുക്ക് കേരളത്തിലേക്ക് അനുവദിച്ച് കിട്ടിയത്. ഇന്ന് കോർപ്പറേഷൻ നേതൃത്വമായിട്ടും MP സംസാരിച്ചിരുന്നു. 2036 നമ്മുടെ രാജ്യത്ത് ഒളിമ്പിക്സ് നടക്കുമ്പോൾ അതിൽ ഒരു വേദിയായി കേരളം മാറും, തിരുവനന്തപുരം മാറും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ആദ്യത്തെ ചുവടുവയ്പ്പുകളിലൊന്ന് കൂടിയായിട്ടാണ് ഇതിനെ ഞങ്ങൾ കാണുന്നത്. തന്നെ ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലുള്ള ഒരു പരിപാടിയായിട്ട് ജൂൺ 23 പരിപാടി മാറ്റുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിന് എല്ലാ പിന്തുണയും കോർപ്പറേഷൻ നൽകുകയാണ്. അതേസമയം തന്നെ സംസ്ഥാനത്തെ മറ്റ് 13 ജില്ലകളിലും 15,000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒളിമ്പിക് ദിന റാലികൾ സംഘടിപ്പിക്കുന്നുണ്ട്. സംസ്ഥാനത്താകെ 2 ലക്ഷത്തിലധികം ജനങ്ങൾ അണിനിരക്കുന്ന രാജ്യത്തെ കായിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ മുന്നേറ്റമായി ഇത് മാറും. സാധാരണ എവിടെ ഏഷ്യൻ ഗെയിംസ് നടന്നാലും അതിനു മുമ്പായിട്ട് ഏതെങ്കിലും ഒരു ഏഷ്യൻ രാജ്യത്ത് ഒരു ഫണ്ട് റൺ നടക്കേണ്ടതായിട്ടുണ്ട്. ഇത്തവണ അത് അനുവദിച്ചത് ഇന്ത്യക്കാണ്. അത് മാഡത്തിൻ്റെ ആവശ്യപ്രകാരം അത് കേരളത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും തിളക്കമാർന്ന ഏറ്റവും പങ്കാളിത്തമുള്ള റണ്ണാണ് 23-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് നടക്കാമെന്ന് മേയർ അതിൻ്റെ രക്ഷാധികാരിയാണ്. ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമുവിനെ ഈ ചടങ്ങിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ. രാഷ്ട്രപതി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് രാഷ്ട്രപതിയെ, പക്ഷെ പങ്കെടുക്കുമെന്നുള്ള ഉറപ്പ് നമുക്ക് പറയാനാവില്ല. ഒരുപാട് കാര്യങ്ങളില്ലേ. പിന്നെ പ്രത്യേകിച്ചും ഈ ഒരു ജൂൺ മാസത്തിലായിരിക്കും പത്മശ്രീ പത്മഭൂഷണൊക്കെ കൊടുക്കുന്ന ഡേറ്റ് വരുന്നത്. അത് ഈ ഡേറ്റുകളിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ എന്തായിരുന്നാലും നെഗറ്റീവ് ആയിരുന്നില്ല. പ്രസിഡന്റ് എല്ലാ വിഷസൊക്കെ പറഞ്ഞിട്ടുണ്ട്, വരില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. പക്ഷെ അങ്ങനെയുള്ള അവാർഡ് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പ്രസിഡന്റ് അല്ലേ, അപ്പം അതുകൊണ്ടുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് ഈ കായിക മാമാങ്കത്തിന് ആവേശം പകരാൻ ഏഷ്യൻ ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യമുദ്രയായ ഹൊനോഹോൺ നമ്മുടെ മണ്ണിലേക്ക് എത്തുകയാണ്. ജൂൺ 19 മുതൽ 22 വരെ ഹൊനോഹോൺ തിരുവനന്തപുരത്തെ പ്രമുഖ പൊതുവിടങ്ങളിലും സ്കൂളുകളിലും കോളേജുകളിലും സന്ദർശിച്ച് ഫണ്ട് റണ്ണിന്റെ വരവറിയിക്കും. പര്യടനത്തിന് മാറ്റുകൂട്ടാൻ ഫ്ലാഷ് മോബും ചെണ്ടമേളവും വിവിധ കലാപരിപാടികളും അരങ്ങേറും. പരിസ്ഥിതി സംരക്ഷണവും കായിക സ്വപ്നങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ഒളിമ്പിക് ഫോറസ്റ്റ് എന്ന ഒരു ഹരിത പദ്ധതിക്കും ഇത്തവണ തുടക്കമാവുകയാണ്. 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാനുള്ള ഇന്ത്യയുടെ കായിക സ്വപ്നങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്തെ ഓരോ ജില്ലയിലും 2036 വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കും. ബിഡ് ചെയ്യാൻ പോകുന്ന ഒളിമ്പിക്സിനെ മുൻനിർത്തി ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലും 2036 വൃക്ഷം നടുന്ന ഒരു പരിപാടിയും കൂടി നമ്മൾ അന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ എല്ലാ ജില്ലകളിലും കൂടെ 2036 ഓരോ സ്റ്റേറ്റിലും 2036 വൃക്ഷങ്ങളും നടാനുള്ള പരിപാടിയാണ് അത്. ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 19 രാവിലെ നിയമസഭാ മന്ദിരത്തിൽ വെച്ച് നടക്കും. KOA തീരുമാനിച്ചു എല്ലാ ജില്ലകളിലും 2036 വൃക്ഷത്തൈകൾ വീതം സ്കൂളുകളിലും കോളേജുകളിലും നടുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം 19-ാം തീയതി നിയമസഭാ അങ്കണത്തിൽ വെച്ച് നടത്താൻ കഴിയും എന്നാണെന്ന് മുഖ്യമന്ത്രിയുമായിട്ട് കൂടിക്കാഴ്ചയിൽ ധാരണയായിട്ടുള്ളത്.
അന്ന് മുഖ്യമന്ത്രിയും സ്പീക്കറും അടക്കം എല്ലാ പ്രതിപക്ഷ നേതാവടക്കം എല്ലാ മന്ത്രിമാരെയും MLA-മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വൃക്ഷത്തൈ നടൽ ഉദ്ഘാടനം അസംബ്ലി ഇതിനകത്ത് ക്യാമ്പസിനകത്ത് നടക്കും. ഇതോടൊപ്പം എല്ലാ ജില്ലകളിലും ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ഒരേ ദിവസം തൈകൾ നടും. കേരളത്തിന്റെ കായിക ചരിത്രത്തിൽ ആദ്യമായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിന് ഇത്തവണ കേരളം ആതിഥേയത്വം വഹിക്കുകയാണ്. ജൂൺ 24-ന് ഉച്ചയ്ക്ക് 3 മണിക്ക് തിരുവനന്തപുരം ഹോട്ടൽ ഹയാത്ത് റീജൻസിയിലാണ് ഈ ചരിത്ര നിയോഗം. 24-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് ഒളിമ്പിക് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ബോർഡ് മീറ്റിംഗ് തിരുവനന്തപുരത്ത് കേരളത്തിൽ ആദ്യമായിട്ടാണ് നടക്കാൻ പോകുന്നത്. അത് ഹയാത്തിൽ വെച്ചിട്ട് 24-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് നടക്കുന്നുണ്ട്. എല്ലാ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർമാരും ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തുന്നുണ്ട്. കൂടാതെ ജൂൺ 24-ന് രാവിലെ പി സുബ്രഹ്മണ്യം ഹാളിൽ വെച്ച് അന്താരാഷ്ട്ര കായിക സെമിനാറും നടക്കും. 24-ാം തീയതി രാവിലെ സ്പോർട്സ് സെമിനാർ സുബ്രഹ്മണ്യ ഹാളിൽ വെച്ച് നടക്കുകയാണ്. അതിന് നമ്മുടെ ഒളിമ്പ്യന്മാർ എല്ലാം പങ്കെടുക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ത്യ ഓൺ ദ ഗ്ലോബൽ സ്പോർട്ടിംഗ് സ്റ്റേജ്, ദ റോഡ് ടു 2030, 2036 ആൻഡ് 2038 എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ PT ഉഷ, മേരി കോം, PR ശ്രീജേഷ് തുടങ്ങി ഇന്ത്യയുടെ പ്രമുഖ ഒളിമ്പ്യന്മാരും ദ്രോണാചാര്യ, അർജുന അവാർഡ് ജേതാക്കളും പങ്കെടുക്കും. യുവതലമുറയിൽ ഒളിമ്പിക് സന്ദേശം എത്തിക്കാൻ സ്പോർട്സ്, ഹാർമണി ആൻഡ് പീസ് എന്ന വിഷയത്തിൽ ഓൺലൈൻ റീൽസ് കോമ്പറ്റീഷനും സംഘടിപ്പിച്ചിട്ടുണ്ട്. ജൂൺ 20-ന് പട്ടം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ചിത്രരചന, കായിക ക്വിസ് മത്സരങ്ങളും നടക്കും. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും നൽകും. ഇതിനായുള്ള രജിസ്ട്രേഷൻ കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി നടത്താം. ഒളിമ്പിക്സ് എന്ന ആഗോള കായിക സ്വപ്നത്തിലേക്ക് ഭാരതത്തെ നയിക്കാനും കായികക്ഷമതയുള്ള ഒരു ആരോഗ്യകരമായ സമൂഹം കെട്ടിപ്പടുക്കാനും വേണ്ടിയുള്ള ഈ മഹത്തായ മുന്നേറ്റത്തിൽ കായിക പ്രേമികൾ പങ്കാളികളാവുക.